ഞാൻ ഈ ഇരിക്കൂർ പാലത്തിൻ്റെ അടുത്ത് നിന്ന് ബസ് കയറുമ്പം കണ്ണൂർ സൈഡിൽ എങ്ങോട്ടോ ആ ഹാമ്പർ കൊണ്ട് കൊടുക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. കേക്കും ഹാമ്പറും ആട്ടോ ഉള്ളത്. പിന്നെ നമ്മുടെ KPCൻ്റെ അടുത്തെത്തിയപ്പം എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നി. ഒരുപാട് ഓർമ്മകൾ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ബസ്സിലിങ്ങനെ ലോങ് ട്രാവൽ ചെയ്യാൻ ഒരു പ്രത്യേക രസമാട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം എവിടേക്കൊക്കെയോ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് എത്ര പോയാലും എല്ലാ സ്ഥലങ്ങളും എനിക്കറിയില്ല കേട്ടോ. മേലെ ചൊവ്വ എത്തിയിട്ടുണ്ട്. അസറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ ആളുള്ളത്. ആനിവേഴ്സറി ഗിഫ്റ്റാണ് ഹസ്ബൻഡിൻ്റെ വക. ആൾ ഭയങ്കര ഹാപ്പിയായേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ട് എന്ന് പറഞ്ഞപ്പം ഞാനും ഡബിൾ ഹാപ്പിയായി. അങ്ങനെ അവിടുന്ന് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പം സ്വീറ്റ്സൊക്കെ തന്ന് അതൊക്കെ കഴിച്ചിട്ടായിട്ട് ഇറങ്ങി. അങ്ങനെ ഒരു ആനിവേഴ്സറി വിഷസും കൂടെ പറയുന്നു. പിന്നെ ഈ വീഡിയോ ഇത്രയും ലേറ്റായിട്ട് പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഇതിട്ടിട്ട് ഡിലീറ്റ് ആക്കുകയാണ് ചെയ്തത്. റീസൺ എന്താ വെച്ചാൽ അന്നേരത്തെ പിന്നെ കസ്റ്റമേഴ്സിനൊന്നും കയ്യിൽ സാധനം എത്തിയില്ല. ആ ഒരു സർപ്രൈസ് കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയത്. അങ്ങനെ നമ്മുടെ ഇതാ കണ്ണൂരേക്ക് പോയിട്ടുണ്ട്. ഇനിയും നാളത്തേക്കുള്ള ഹാമ്പറിൻ്റെ പ്രൊഡക്റ്റ് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം പോയത് ഷൂ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അഡിഡാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇന്ന ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഒന്നും നോക്കിയിട്ടില്ല. കണ്ണൂരാകുമ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം എല്ലാം കിട്ടുമല്ലോ. അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയും പിടിച്ച് പോകുന്നത് സൂര്യയിലേക്കാണ്. ഇനി കുറച്ച് ഡ്രസ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കണം. എന്തായാലും കുറേയധികം കളക്ഷൻസ് ഉണ്ട്. പിന്നെ ആ മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് കുറച്ച് ടാസ്ക്കാണ്. മെറ്റീരിയൽ ആകുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻസൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇപ്പം ഹാമ്പേഴ്സിൽ മെറ്റീരിയൽ എടുക്കലേ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആകെ ടയർഡായി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേ. ഞാൻ ഇന്ത്യൻ കോഫി ഹൗസ് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. നല്ല റീസൺ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ഫേമസ് വ്ളോഗർ ഒരു വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ട് ആ വീഡിയോ തപ്പി ഫുഡ് സ്പോട്ടിൽ പോയിട്ട് നല്ല അലമ്പ് ഫുഡായിരുന്നു. സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. നെഗറ്റീവ് റിവ്യൂ ആണോ എന്ന് വെച്ചാൽ ഞാൻ ഒന്നും മെൻഷൻ ചെയ്ത് പറയുന്നില്ലെങ്കിലും ഫുഡ് നല്ല അട്ടർ ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ കോഫി ഹൗസ് ആകുമ്പോൾ നമുക്കൊരു ട്രസ്റ്റാണ്. എന്തായാലും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും, ഫുഡും അടിപൊളിയാണ്. അങ്ങനെ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് ബസ് കയറി. അപ്പം എന്താ വെച്ചാൽ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചില ആൾക്കാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇൻസ്റ്റയിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കലുണ്ട്. റീസൺ പറഞ്ഞാൽ മാത്രമേ ഞാൻ റിപ്ലൈ തരൂ, അല്ലെങ്കിൽ അതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നൊരു പേഴ്സണും കൂടി ആട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹാമ്പർ ബോക്സിൽ കുറച്ച് ഐറ്റംസാണ് ഉള്ളത്. മാജിക് മിറർ, കുറച്ച് ചോക്ലേറ്റ്സ്, പിന്നെ ഫ്ലവർ ബൊക്കയും കേക്കും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഹാമ്പേഴ്സ് ഒക്കെ വേണമെങ്കിൽ പേജ് ഫോളോ ആയിട്ട് DM ചെയ്യുക. അല്ലെ ബയോയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.